സെക്കൻഡ് ഇയർ PG2 വിദ്യാർത്ഥികൾക്ക് തിയറി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് യൂണിറ്റ് 3യിൽ വരുന്ന പൈപ്പ് ബെൻഡിങ് ആൻഡ് ജോയിനിങ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലേണിംഗ് ഒബ്ജക്റ്റീവ്: ഡു ദ ബെൻഡിങ് ആൻഡ് ജോയിനിങ് ഓഫ് പ്ലംബിംഗ് ഫിറ്റിംഗ്സ് ഇൻ എ ബിൽഡിംഗ് സ്ട്രക്ചർ. ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിലെ പ്ലംബിംഗ് വർക്കുകളിൽ ആവശ്യമായ ബെൻഡിങ്, ജോയിനിങ് എന്നിവ മനസ്സിലാക്കുക. ഇൻട്രൊഡക്ഷൻ. പൈപ്പ് ബെൻഡിങ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻ ഇൻ പ്ലംബിംഗ്. പ്ലംബിങ്ങിലെ ഏറ്റവും പ്രധാന വർക്കാണ് പൈപ്പ് ബെൻഡിങ്. For almost all pipes, standard fittings are available in markets, and so pipe bending may not be needed. സാധാരണ സ്റ്റാൻഡേർഡ് സൈസിൽ ഉള്ള പൈപ്പുകൾക്കെല്ലാം സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ബെൻഡിങ് അധികമായി ആവശ്യം വരാറില്ല. ഫോർ നോൺ സ്റ്റാൻഡേർഡ് ബെൻഡ്സ്, പൈപ്പ് ബെൻഡിങ് ഇസ് നെസസറി. സ്റ്റാൻഡേർഡ് അല്ലാത്ത രീതിയിൽ വളച്ചെടുക്കേണ്ട സന്ദർഭങ്ങളിലാണ് പൈപ്പ് ബെൻഡിങ് ആവശ്യമായി വരുന്നത്. Pipes made of PVC, steel, GI, copper, etc. can be bent. But pipes made of brittle materials like cast iron cannot be bent. PVC, steel, galvanized iron, copper മുതലായ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പൈപ്പുകളെ ബെൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എളുപ്പം പൊട്ടുന്ന അല്ലെങ്കിൽ ബ്രിട്ടിൽ മെറ്റീരിയൽ ആയ കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പൈപ്പുകളെ ബെൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. പ്രോസസ്. The process of bending depend on the character of pipes. പൈപ്പിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ബെൻഡിങ് പ്രോസസ് പ്രധാനമായും 2 തരത്തിലാണുള്ളത്. കോൾഡ് ബെൻഡിങ്, ഹോട്ട് ബെൻഡിങ് മുതലായവയാണ് അവ. കോൾഡ് ബെൻഡിങ്. Pipes made of some soft metals like lead, copper, etc. can be bent in their normal state without heating. സോഫ്റ്റ് ലോഹങ്ങളായ ലെഡ്, കോപ്പർ എന്നിവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പൈപ്പുകളെ അവയുടെ നോർമൽ സ്റ്റേറ്റിൽ തന്നെ ഹീറ്റ് ചെയ്യാതെ ബെൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ദി പ്രോസസ് ഓഫ് ബെൻഡിങ് പൈപ്സ് വിത്തൗട്ട് ഹീറ്റിംഗ് ഈസ് നോൺ ആസ് കോൾഡ് ബെൻഡിങ്. ഹീറ്റ് ചെയ്യാതെ പൈപ്പുകളെ ബെൻഡ് ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് കോൾഡ് ബെൻഡിങ് എന്ന് പറയുക. PVC pipes and thick GI pipes cannot be bent by cold bending. PVC പൈപ്പുകളും കനം കൂടിയ GI പൈപ്പുകളും കോൾഡ് ബെൻഡിങ് രീതിയിൽ ബെൻഡ് ചെയ്യാൻ സാധ്യമല്ല. ഹോട്ട് ബെൻഡിങ്. The process of bending metal pipes by heating it to reduce the hardness is called hot bending. മെറ്റൽ പൈപ്പുകളെ ചൂടാക്കി അവയുടെ കാഠിന്യം കുറച്ച് ബെൻഡ് ചെയ്തെടുക്കുന്ന രീതിക്കാണ് ഹോട്ട് ബെൻഡിങ് എന്ന് പറയുക. ഓൾമോസ്റ്റ് ഓൾ മെറ്റൽസ് വിൽ ബിക്കം സോഫ്റ്റ് വൈൽ ഹീറ്റിംഗ് ആൻഡ് ഈസ് ഈസിയർ ടു ബെൻഡ്. ഒരുമാതിരി എല്ലാ ലോഹങ്ങളും ചൂടാക്കുമ്പോൾ മൃദുവാകുകയും ബെൻഡ് ചെയ്യാൻ എളുപ്പമാവുകയും ചെയ്യുന്നു. PVC pipes, copper pipes, GI pipes, steel pipes, etc. can be hot bent. PVC പൈപ്പ്, കോപ്പർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പൈപ്പ്, GI നിർമ്മിതമായ പൈപ്പ്, സ്റ്റീൽ പൈപ്പ് മുതലായവയെ ഹോട്ട് ബെൻഡിങ് രീതിയിൽ വളച്ചെടുക്കാൻ സാധിക്കും. Some technical terms associated with bending of pipes. Filling. During bending, there is a chance of causing damage in pipes since their inner portion is hollow. പൈപ്പുകളുടെ ഉൾവശം പൊള്ളയായതിനാൽ പൈപ്പ് ബെൻഡ് ചെയ്യുന്ന സമയത്ത് അവയ്ക്ക് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട്. To avoid this, some materials like sand, etc. is filled in the pipe and after bending process they are removed. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി സാൻഡ് മുതലായ വസ്തുക്കൾ പൈപ്പിനകത്ത് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ബെൻഡിങ് പ്രോസസ്സ് ചെയ്യുന്നത്. ബെൻഡിങ് പ്രോസസ്സിന് ശേഷം അവ പൈപ്പിനകത്ത് നിന്ന് നീക്കം ചെയ്യുന്നു.
For PVC and lead pipe, sand is used as filler. ഹോട്ട് ബെൻഡിങ് മെത്തേഡിൽ PVCയും ലെഡും പൈപ്പുകൾ വളച്ചെടുക്കുമ്പോൾ സാൻഡാണ് സാധാരണയായി ഫില്ലറായി യൂസ് ചെയ്യുന്നത്. ഫോർ കോപ്പർ പൈപ്സ്, സ്റ്റീൽ പൈപ്സ് ആൻഡ് GI പൈപ്സ്, ലെഡ് ഈസ് യൂസ്ഡ് ആസ് ഫില്ലർ. കോപ്പർ പൈപ്പുകൾ, സ്റ്റീൽ പൈപ്പുകൾ, GI പൈപ്പുകൾ മുതലായവയ്ക്ക് ഫില്ലറായി ലെഡ് ഉപയോഗിക്കുന്നു. Lead can be used as filler for metal pipes having higher melting point than lead. ലെഡിനേക്കാളും മെൽറ്റിംഗ് പോയിന്റ് അധികമായിട്ടുള്ള മെറ്റൽ കൊണ്ട് നിർമ്മിച്ച പൈപ്പുകൾക്ക് ലെഡ് ഫില്ലറായി ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ബെൻഡ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പൈപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പൈപ്പുകളിൽ ഏതെങ്കിലും മെറ്റീരിയൽ, ഉദാഹരണത്തിന് സാൻഡ്, ലെഡ് മുതലായവ കൊണ്ട് ഫില്ല് ചെയ്യുന്ന പ്രവർത്തനമാണ് ഫില്ലിംഗ്. അടുത്തതായി ചില്ലിംഗ് എന്താണെന്ന് നോക്കാം. While hot bending, there will be tension in the outer portion of the bend and compression in the inner portion of the bend. ഹോട്ട് ബെൻഡിങ് ചെയ്യുന്ന സമയത്ത് ബെൻഡുകളുടെ ഔട്ട്സൈഡ് പോർഷനിൽ ടെൻഷനും ബെൻഡുകളുടെ ഇൻസൈഡ് പോർഷനിൽ കംപ്രഷനും ആണ് അനുഭവപ്പെടുക. ഡ്യൂ ടു ടെൻഷൻ ഇൻ ദി ഔട്ടർ പോർഷൻ ഓഫ് ദ ബെൻഡ് ദർ ഇസ് എ ചാൻസ് ഓഫ് ഫോമിംഗ് ക്രാക്സ്. ഇത്തരത്തിൽ ഔട്ടർ പോർഷനിൽ ടെൻഷൻ വരുന്നതിനാൽ അവിടെ ക്രാക്കുകൾ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. To avoid this, just after heating and before bending, the outer portion of the pipe is cooled. ഇത്തരം ക്രാക്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഹീറ്റിംഗ് ചെയ്തതിന് ശേഷം ബെൻഡിങ് നടത്തുന്നതിന് മുൻപായി പൈപ്പുകളുടെ പുറം ഭാഗം കൂൾ ചെയ്യുന്നു. This process of cooling the outer portion of pipes in hot bending is known as chilling. ഇത്തരത്തിൽ ചൂടാക്കിയ പൈപ്പുകളുടെ ഔട്ടർ പോർഷൻ കൂൾ ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് ചില്ലിംഗ് എന്ന് പറയുക. അടുത്തതായി ടെംപ്ലേറ്റ് എന്താണെന്ന് നോക്കാം. While bending, it is necessary to check whether the bending is done in proper sizes and lengths. ബെൻഡിങ് നടക്കുമ്പോൾ ഉണ്ടാക്കിയ ബെൻഡ് കറക്റ്റ് സൈസിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. It will be difficult to check this during the operation of hot bending. ഹോട്ട് ബെൻഡിങ് നടക്കുമ്പോൾ ഇത്തരത്തിൽ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൾട്ടാണ്. To check it easily, templates of required length and sizes are pre-made. ഇത്തരത്തിൽ ബെൻഡുകൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ടെംപ്ലേറ്റ്സുകൾ തയ്യാറാക്കി വച്ചിരിക്കും. മെറ്റൽ ഷീറ്റ്സ്, പ്ലൈവുഡ്, വുഡ് എക്സെട്ര ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ടെംപ്ലേറ്റ്സ്. മെറ്റൽ ഷീറ്റ്, പ്ലൈവുഡ്, വുഡ് എന്നീ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ടെംപ്ലേറ്റുകൾ തയ്യാറാക്കുക. ടെംപ്ലേറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബെൻഡിൻ്റെ കോൺ അളവുകൾ കൃത്യമാക്കി വെച്ചിരിക്കുന്ന ഒരു മോഡലാണ്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബെൻഡ് ഈ ടെംപ്ലേറ്റുകളിൽ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാക്കിയ ബെൻഡ് കറക്റ്റ് അളവിലാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടെംപ്ലേറ്റ്സ് ആർ ഓഫ് 2 types. 2 തരത്തിലുള്ള ടെംപ്ലേറ്റുകളാണ് ഉള്ളത്. ഫേസ് ലേഔട്ട് ടെംപ്ലേറ്റ്. These are templates used to check the bend during the bending process itself. ഫേസ് ലേഔട്ട് ടെംപ്ലേറ്റ് സാധാരണയായി കോൾഡ് ബെൻഡിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ബെൻഡിങ് പ്രോസസ്സിന് ഇടയ്ക്ക് തന്നെ ഉണ്ടാക്കിയ ബെൻഡ് കറക്റ്റാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഫേസ് ലേഔട്ട് ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നത്. ചെക്ക് ടെംപ്ലേറ്റ്. These are templates used to check the bend after the bending process. ഹോട്ട് ബെൻഡിങ് സമയത്ത് പ്രോസസ്സിന് ഇടയ്ക്ക് നമുക്ക് ബെൻഡ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൾട്ടാണ്. അതുകൊണ്ട് ഹോട്ട് ബെൻഡിങ് ചെയ്യുന്ന സമയത്ത് ഹോട്ട് ബെൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻഡുകൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ചെക്ക് ടെംപ്ലേറ്റ്. അടുത്തതായി PVC പൈപ്പിൻ്റെ ബെൻഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. PVC pipes are easily bent by heating. ഹീറ്റിംഗ് എന്ന പ്രോസസ്സ് വഴി PVC പൈപ്പുകളെ നമുക്ക് എളുപ്പത്തിൽ ബെൻഡ് ചെയ്യാം. കട്ട് ദ റിക്വയർഡ് പോർഷൻ ഓഫ് PVC പൈപ്പ് ടു ബി ബെൻഡ്. ബെൻഡ് ചെയ്യുന്നതിന് വേണ്ടി നിശ്ചിത ലെങ്ത്തിലുള്ള PVC പൈപ്പുകൾ കട്ട് ചെയ്തെടുക്കുന്നു. പൈപ്പ് ഈസ് ഫിൽഡ് വിത്ത് സാൻഡ്. പൈപ്പിനകത്ത്
മണൽ നിറച്ചെടുക്കുന്നു. എൻഡ്സ് ആർ പ്ലഗ്ഡ്. ഈ പൈപ്പുകളുടെ രണ്ടറ്റവും പ്ലഗ് ചെയ്യുന്നു. സ്ലൈറ്റ്ലി ഹീറ്റഡ് യൂസിങ് ബ്ലോ ലാമ്പ്. ദെൻ ബ്ലോ ലാമ്പ് ഉപയോഗിച്ച് പൈപ്പ് ചെറുതായി ഹീറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ ഹീറ്റിംഗ് പൈപ്പ് ഈസ് ബെൻഡ് ആൻഡ് ചെക്ക്ഡ് യൂസിങ് ദ ടെംപ്ലേറ്റ് ഓൾറെഡി മെയ്ഡ്. ഇത്തരത്തിൽ ചൂടാക്കിയതിന് ശേഷം പൈപ്പുകൾ ബെൻഡ് ചെയ്യുന്നു. ബെൻഡ് ചെയ്ത പൈപ്പുകളെ ടെംപ്ലേറ്റിൽ വെച്ച് ഉണ്ടാക്കിയ ബെൻഡ് കറക്റ്റ് ആണോ എന്ന് നോക്കുന്നു. ദെൻ റിമൂവ് ദി പ്ലഗ്സ് ആൻഡ് സാൻഡ് ഇൻസൈഡ്. ബെൻഡ് കറക്റ്റ് ആണെങ്കിൽ രണ്ടറ്റത്തും ഘടിപ്പിച്ചിട്ടുള്ള ക്യാപ്പ് അല്ലെങ്കിൽ പ്ലഗ് റിമൂവ് ചെയ്ത് ഉള്ളിലുള്ള സാൻഡ് നീക്കം ചെയ്യുന്നു. അടുത്തതായി ഗാൽവനൈസ്ഡ് അയൺ പൈപ്പുകളുടെ ബെൻഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. മോസ്റ്റ്ലി GI pipe bending is done by hot bending, but cold bending can be done for GI pipe of lesser thickness. സാധാരണയായി GI പൈപ്പുകൾ ബെൻഡ് ചെയ്യുന്നതിന് ഹോട്ട് ബെൻഡിങ് മെത്തേഡാണ് ഉപയോഗിക്കാറുള്ളത്. തിക്നെസ് കുറഞ്ഞ GI പൈപ്പുകൾക്ക് കോൾഡ് ബെൻഡിങ് രീതിയും ചെയ്യാറുണ്ട്. The important methods for bending GI pipes are block and pin method, anvil method, bending tools and bending machines. GI പൈപ്പുകൾ ബെൻഡ് ചെയ്യുന്നതിനുള്ള പ്രധാന മെത്തേഡുകളാണ് ബ്ലോക്ക് ആൻഡ് പിൻ മെത്തേഡ്, ആൻവിൽ മെത്തേഡ്, ബെൻഡിങ് ടൂൾസ് ആൻഡ് ബെൻഡിങ് മെഷീൻസ്. ഇവ ഓരോന്നായി നമുക്ക് നോക്കാം. ബ്ലോക്ക് ആൻഡ് പിൻ മെത്തേഡ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ബ്ലോക്ക് ആൻഡ് പിൻ മെത്തേഡിന് ഉപയോഗിച്ചിരിക്കുന്ന ബ്ലോക്കും പിന്നുമാണ്. ഇതിനെയാണ് നമ്മൾ മുൻപ് ടെംപ്ലേറ്റ് എന്ന പേരിൽ പരിചയപ്പെട്ടത്. ഇറ്റ് ഈസ് എ സിമ്പിൾ മെത്തേഡ്. ബ്ലോക്ക് ആൻഡ് പിൻ മെത്തേഡ് എന്ന് പറയുന്ന രീതി GI പൈപ്പുകൾ ബെൻഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. നീഡ് സ്കിൽഡ് വർക്കേഴ്സ്, വളരെ വിദഗ്ധരായ വർക്കേഴ്സ് ആവശ്യമുള്ള ഒരു രീതി കൂടിയാണ് ബ്ലോക്ക് ആൻഡ് പിൻ മെത്തേഡ്. Pipe bending is done with the help of a cast iron block with a number of holes in it, into which 2 pins are inserted to form the required template. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പൈപ്പ് ബെൻഡ് ചെയ്യുന്നതിന് ഇതുപോലുള്ള നിരവധി സുഷിരങ്ങളുള്ള കാസ്റ്റ് അയൺ ബ്ലോക്സ് ഉണ്ടായിരിക്കും. ഈ 2 പിന്നുകൾ നമുക്ക് ആവശ്യമുള്ള ബെൻഡ് ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ 2 സുഷിരങ്ങളിൽ ഉറപ്പിച്ചു നിർത്തും. ഈ ടെംപ്ലേറ്റിൽ വെച്ചാണ് GI പൈപ്പുകൾ ബെൻഡ് ചെയ്യപ്പെടുന്നത്. ബിഫോർ ഹീറ്റിംഗ് ഫില്ലിംഗ് ആൻഡ് പ്ലഗിംഗ് ഈസ് ഡൺ. പൈപ്പുകൾ ചൂടാക്കുന്നതിന് മുൻപായി അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ചെയ്തതിന് ശേഷം പ്ലഗിംഗ് ചെയ്യുന്നു. പ്ലഗിംഗ് എന്ന് പറഞ്ഞാൽ GI പൈപ്പുകളുടെ 2 അറ്റവും ക്യാപ്പ് ഉപയോഗിച്ച് അടയ്ക്കുന്നു. Heating is done using blow lamp or forge and bending is done in the template made. ബ്ലോ ലാമ്പോ ഫോർജോ ഉപയോഗിച്ച് ഹീറ്റിംഗ് ചെയ്തതിന് ശേഷം ടെംപ്ലേറ്റിൽ വെച്ചാണ് ബെൻഡിങ് പ്രവർത്തനം നടത്തുന്നത്. Heating and bending is done repeatedly till the required bend is formed. ആവശ്യമായ ബെൻഡ് കിട്ടുന്നതുവരെ ഹീറ്റിങ്ങും ബെൻഡിങ്ങും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമായ ബെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ പ്ലഗ് റിമൂവ് ചെയ്ത് അകത്തുള്ള ഫില്ലിംഗ് മെറ്റീരിയലും റിമൂവ് ചെയ്യുന്നു. രണ്ടാമത്തെ രീതിയാണ് ആൻവിൽ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ദ ടൂൾസ് യൂസ്ഡ് ആർ ആൻവിൽ, ഹാമർ ആൻഡ് ഫോർജ്. ആൻവിൽ, ഹാമർ, ഫോർജ് എന്നീ ടൂളുകളാണ് ഈ രീതിയിൽ GI പൈപ്പുകൾ വളയ്ക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ആഫ്റ്റർ ഫില്ലിംഗ് ആൻഡ് പ്ലഗിംഗ് ദ പൈപ്പ് ഈസ് ഹീറ്റഡ് ഇൻ ഫോർജസ്. ഫില്ലിങ്ങും പ്ലഗിങ്ങും നടത്തിയ GI പൈപ്പുകളെ ഫോർജസ് ഉപയോഗിച്ച് ചൂടാക്കുന്നു. ദെൻ ചില്ലിംഗ് ഈസ് ഡൺ. പിന്നീട് ടെൻഷൻ കാരണം പൈപ്പ് ബെൻഡിൽ പുറംഭാഗം ക്രാക്ക് വരാതിരിക്കാൻ വേണ്ടി ചില്ലിംഗ് എന്ന പ്രവർത്തനം നടത്തുന്നു. After that, GI pipe is placed at the horn of anvil and hammered and bent. Anvil എന്ന ടൂളിൽ വെച്ച് ഹാമർ ഉപയോഗിച്ച് GI പൈപ്പുകളെ ബെൻഡ് ചെയ്തെടുക്കുന്നു. ചെക്ക് ദി ബെൻഡ് യൂസിങ് എ ടെംപ്ലേറ്റ്. ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ബെൻഡ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. റിമൂവ് ദ പ്ലഗിംഗ് ആൻഡ് ഫില്ലിംഗ് ഇഫ് ദ ബെൻഡ് ഫോംഡ് ഈസ് കറക്റ്റ്.
ഉണ്ടാക്കിയ ബെൻഡ് കറക്റ്റ് ആണെങ്കിൽ പ്ലഗ് റിമൂവ് ചെയ്ത് ഫില്ലിംഗ് മെറ്റീരിയലും റിമൂവ് ചെയ്യുന്നു. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ആൻവിൽ ആൻഡ് ഹാമർ എന്ന ടൂള്. ഇത് അതിൻ്റെ ഒരു സ്കെച്ചാണ്. ഇത്തരത്തിൽ കൊളുത്തുപോലെ അല്ലെങ്കിൽ ഒരു ഹുക്ക് പോലെ പൈപ്പുകൾ വളച്ചെടുക്കുന്നതിനും ആൻവിൽ രീതിയാണ് ഉപയോഗിക്കാറുള്ളത്. അടുത്തതായി GI പൈപ്പ് ബെൻഡ് ചെയ്യുന്നതിനുള്ള പൈപ്പ് ബെൻഡിങ് ടൂൾ രീതികൾ നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ടേബിൾ മൗണ്ടഡ് പൈപ്പ് ബെൻഡിങ് ടൂളാണ്. The main parts of the tool are former, vise, locking nuts, tube stop, handle മുതലായവയാണ്. ഈ വീലാകൃതിയിലുള്ള ഭാഗത്തിനാണ് ഫോർമർ എന്ന് പറയുക. ടേബിളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്തെ വൈസ് എന്നും GI പൈപ്പ് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഭാഗത്തിന് ലോക്ക് നട്ട്സ് എന്നും പറയും. ഹാൻഡിൽ പിടിപ്പിക്കുന്ന ഈ ഭാഗത്തെയാണ് ട്യൂബ് സ്റ്റോപ്പ് എന്ന് പറയുക. ഇറ്റ് ഇൻക്ലൂഡ്സ് 5 dies of sizes: 1/2 inch, 3/4 inch, 1 inch, 1.25 inch and 1.5 inch. നമുക്ക് ആവശ്യമായ കോണുകൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി 5 ഡൈ സൈസുകൾ ലഭ്യമാണ്. വാൾ തിക്നെസ് ഓഫ് പൈപ്പ് ഷുഡ് ബി ബിറ്റ്വീൻ 1 to 2.5 mm. ഇത്തരത്തിൽ ബെൻഡ് ചെയ്യപ്പെടുന്ന GI പൈപ്പുകളുടെ വാൾ തിക്നെസ് 1 mm മുതൽ 2.5 mm വരെ ആയിരിക്കും. ബെൻസ് പൈപ്പ് അപ് ടു 180 ഡിഗ്രി. ഇത്തരത്തിൽ GI പൈപ്പുകളെ 180 ഡിഗ്രി വരെ വളച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അടുത്തതായി പൈപ്പ് ബെൻഡിങ് മെഷീൻ. ദ മെഷീൻ ഈസ് ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് പൈപ്പ് ബെൻഡിങ് മെഷീനാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി മാസ് പ്രൊഡക്ഷൻ ഓഫ് സിമിലാർ പൈപ്പ് ബെൻസ്. ഒരേ അളവിലുള്ള ഒരുപാട് പൈപ്പ് ബെൻസ് പെട്ടെന്ന് നിർമ്മിച്ചെടുക്കുന്നതിനാണ് പൈപ്പ് ബെൻഡിങ് മെഷീൻ ഉപയോഗിക്കുന്നത്. ബെൻഡിങ് ക്യാൻ ബി ഡൺ ക്വിക്ക്ലി വിത്ത് ദിസ് മെഷീൻ. ഈ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബെൻഡിങ് ചെയ്യാവുന്നതാണ്. പൈപ്സ് ക്യാൻ ബി ബെൻഡ് ഇൻ കറക്റ്റ് സൈസസ് ആൻഡ് ഷേപ്സ്. നിർമ്മിച്ചെടുക്കുന്ന ബെൻഡുകളെല്ലാം കറക്റ്റ് സൈസിലും ഷേപ്പിലും ഉള്ളവയായിരിക്കും. The bent pipes required for certain vehicles and machines are usually bent with this hydraulically operated bending tool. വാഹന ഭാഗങ്ങൾക്ക് ആവശ്യമായ ബെൻഡുകൾ, മെഷീനിന് ആവശ്യമായ ബെൻഡുകൾ മുതലായവ വളരെ എളുപ്പത്തിൽ ഒരുപാട് എണ്ണം നിർമ്മിച്ചെടുക്കുന്നതിനാണ് ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് പൈപ്പ് ബെൻഡിങ് മെഷീൻസ് ഉപയോഗിക്കുന്നത്. ഇതോടുകൂടി GI പൈപ്പ് ബെൻഡ് ചെയ്യുന്നതിനുള്ള 4 രീതികൾ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതായി പ്രീകോഷൻസ് ടു ബി ടേക്കൺ വൈൽ ഡൂയിങ് ബെൻഡിങ്. ബെൻഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോർ PVC പൈപ്സ്, ഡു നോട്ട് ഹോൾഡ് ദ പൈപ്പ് ഇൻ ഫ്ലെയിം ഡയറക്ട്ലി. PVC പൈപ്പുകൾ ബെൻഡ് ചെയ്യുന്നതിന് നേരിട്ട് ജ്വാലയിലേക്ക് കാണിക്കാൻ പാടുള്ളതല്ല. വെരി ലോ ഹീറ്റ് ഈസ് റിക്വയർഡ് ടു ബെൻഡ് PVC പൈപ്സ്. PVC പൈപ്പുകൾ ബെൻഡ് ചെയ്യുന്നതിന് വളരെ കുറഞ്ഞ അളവിലുള്ള ഹീറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ദ ഫില്ലിംഗ് ആൻഡ് പ്ലഗിംഗ് ഇഫ് നീഡഡ് ഷുഡ് ബി ഡൺ പ്രോപ്പർലി. ഫില്ലിങ്ങും പ്ലഗിങ്ങും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ഹീറ്റിംഗ് ഈസ് ടു ബി ഡൺ ഓൺ ഇന്നർ കർവ് ഓഫ് ദി പ്രപ്പോസ്ഡ് ബെൻഡ്. ഹീറ്റിംഗ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ബെൻഡുകളുടെ ഇന്നർ പോർഷനിലായിരിക്കണം. The tools used for bending should be handled carefully as per the instruction manual. ബെൻഡിങ് ടൂളുകൾ അല്ലെങ്കിൽ ബെൻഡിങ് മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ അവയോടൊപ്പം നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മാനുവൽ ശരിയായ രീതിയിൽ വായിച്ച് ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് വേണം അവ ചെയ്യുവാൻ. കളക്ട് ദ വേസ്റ്റ് ആൻഡ് ഡിസ്പോസ് ഇറ്റ് പ്രോപ്പർലി. ഇത്തരത്തിൽ പൈപ്പ് ബെൻഡിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകൾ കറക്റ്റായി ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. ഇത്രയുമാണ് പൈപ്പ് ബെൻഡിങ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായി ജോയിനിങ് ഓഫ് പൈപ്സ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് ദ നീഡ്, മെറ്റീരിയൽ ഓഫ് പൈപ്സ്, ഷേപ്പ് എക്സെട്ര, വി നീഡ് ടു ജോയിൻ ദ പൈപ്സ്. നമ്മുടെ ആവശ്യമനുസരിച്ച്, അതുപോലെ മെറ്റീരിയൽ ഓഫ് ദ പൈപ്പ്, ഷേപ്പ് മുതലായ ഘടകങ്ങളെ ആശ്രയിച്ച് നമുക്ക് വിവിധ രീതികളിൽ പൈപ്പുകൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും.
സാധാരണയായി പൈപ്പുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള വിവിധ ജോയിൻറ്റിംഗ് രീതികളാണ് താഴെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നാം ജസ്റ്റ് അവയുടെ പേര് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ അധ്യാപകരോട് ചോദിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ത്രെഡഡ് ജോയിൻസ്, ത്രെഡുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ജോയിനിങ്ങിനാണ് ത്രെഡഡ് ജോയിൻസ് എന്ന് പറയുക. അഡ്ഹേസീവ് ജോയിൻസ്, ഏതെങ്കിലും തരത്തിലുള്ള ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് ചെയ്യുന്ന പ്രവർത്തനമാണ് അഡ്ഹേസീവ് ജോയിൻസ്. ഫ്ലാഞ്ചഡ് ജോയിൻസ്, പൈപ്പുകളുടെ അറ്റത്ത് ഉണ്ടാകുന്ന ഫ്ലാഞ്ചുകൾ പരസ്പരം ജോയിൻ ചെയ്യുന്ന രീതിയാണ് ഫ്ലാഞ്ചഡ് ജോയിൻസ്. കോളർ ജോയിൻസ്, സാധാരണ കോൺക്രീറ്റ് പൈപ്പുകൾക്കാണ് കോളർ ജോയിൻസ് നൽകാറുള്ളത്. എക്സ്പാൻഷൻ ജോയിൻസ്, മെറ്റൽ പൈപ്പുകൾ ടെമ്പറേച്ചറിനനുസരിച്ച് എക്സ്പാൻഷൻ അല്ലെങ്കിൽ വികസിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ വികസിക്കുന്നതിന് വേണ്ടി ഒരു ജോയിൻറ്റ് നൽകുന്നു, അതാണ് എക്സ്പാൻഷൻ ജോയിൻസ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ചലനം സാധ്യമാക്കുന്ന ജോയിൻറ്റുകളാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, അതുപോലെ സ്പിഗട്ട് ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്സ്. ഈ ജോയിൻസുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അധ്യാപകരുമായി ക്ലാസ് എടുക്കുമ്പോൾ ചർച്ച ചെയ്യാവുന്നതാണ്. അടുത്തതായി പ്രീകോഷൻസ് ടു ബി ടേക്കൺ വൈൽ ജോയിനിങ് ഓഫ് പൈപ്സ്, പൈപ്പുകൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ. ഓൾ ജോയിനിങ് ഷുഡ് എൻഷുവർ ദാറ്റ് ദി ജോയിൻസ് ആർ ലീക്ക് പ്രൂഫ്, നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം ലീക്ക് പ്രൂഫ് ആണെന്ന് ഉറപ്പുവരുത്തണം. ദ എൻഡ്സ് ഓഫ് പൈപ്സ് ടു ബി ജോയിൻ ഷുഡ് ബി ക്ലീൻ, പൈപ്പുകളുടെ ജോയിൻ ചെയ്യുന്ന ഭാഗങ്ങൾ വൃത്തിയുള്ളതായിരിക്കണം. ഓൾസോ എൻഷുവർ ദാറ്റ് ദി എൻഡ്സ് ടു ബി ജോയിൻഡ് ആർ ഇൻ ഡ്രൈ കണ്ടീഷൻ, ഉണങ്ങിയ അവസ്ഥയിലുള്ള പൈപ്പുകളെ മാത്രമേ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഓഫ് പൈപ്പ് സെലക്ട് ദി കറക്റ്റ് ജോയിനിങ് മെത്തേഡ്, പൈപ്പിൻ്റെ മെറ്റീരിയൽ അനുസരിച്ച് കറക്റ്റായിട്ടുള്ള ജോയിനിങ് രീതി ഉപയോഗിക്കേണ്ടതാണ്. The nuts if needed in joining should not be over tight. ജോയിനിങ്ങിൽ നട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവ ഓവർ ടൈറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. കളക്ട് ദി വേസ്റ്റ് ആൻഡ് ഡിസ്പോസ് ഇറ്റ് പ്രോപ്പർലി, ഇത്തരത്തിലുള്ള ജോയിനിങ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഉണ്ടാകുന്ന വേസ്റ്റുകൾ ശരിയായ രീതിയിൽ കളക്ട് ചെയ്ത് ഡിസ്പോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് പൈപ്പുകൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായി നമുക്ക് ആക്ടിവിറ്റി സെക്ഷനാണ്. പ്രിപ്പയർ ആൻ അസൈൻമെൻറ്റ് ഓൺ ബെൻഡിങ് ഓഫ് പൈപ്സ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ബെൻഡിങ് ഓഫ് പൈപ്സ് എന്ന വിഷയത്തിൽ ഒരു അസൈൻമെൻറ്റ് തയ്യാറാക്കണം. കളക്ട് ദി പിക്ചേഴ്സ് ഓഫ് വേരിയസ് ഫിറ്റിംഗ്സ് ആൻഡ് ജോയിൻസ് യൂസ്ഡ് ഫോർ ജോയിനിങ് ഓഫ് PVC ആൻഡ് GI പൈപ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രധാന പൈപ്പ് മെറ്റീരിയലുകളാണ് PVC അതുപോലെ GI. ഇത്തരത്തിലുള്ള പൈപ്പുകളെ ബെൻഡ് ചെയ്യുന്നതിനും ജോയിൻ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന വിവിധ ഫിറ്റിങ്ങുകളുടെയും അതുപോലെ ടൂളുകളുടെയും എല്ലാം ചിത്രങ്ങൾ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് പോർട്ട്ഫോളിയോ പേപ്പർ റെഡിയാക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിനുള്ള റെഫറൻസ് പ്ലംബിംഗ് ടെക്സ്റ്റ് ബുക്ക് B. ജയപാലൻ, അതുപോലെ ഇമേജസ് എടുത്തിരിക്കുന്നത് ഗൂഗിൾ ഇമേജസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.